അടുത്ത വർഷം അതായത് 2025 ഡൽഹി തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുകയാണ്. ഈ ഡൽഹി തെരഞ്ഞെടുപ്പിൽ BJP എന്ത് തന്ത്രമാണ് പയറ്റാൻ പോകുന്നത് എന്നാണ് പല ആൾക്കാരും ഉറ്റുനോക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഓരോരോ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും BJP ആ സംസ്ഥാനങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ അവരുടെ തന്ത്രങ്ങൾ മെനയാറുണ്ട്. ചില കുതന്ത്രങ്ങൾ അവർ മാറ്റി എഴുതാറുമുണ്ട്. അത്തരത്തിൽ അസാമിലടക്കമുള്ള തിരഞ്ഞെടുപ്പിൽ BJP പ്രയോഗിച്ച വലിയൊരു തന്ത്രമായിരുന്നു അസാമിലെ ടീ ബെൽറ്റ് കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ പ്രചരണം നടത്തുക എന്നുള്ളത്. കാരണം അസാമിലെ വോട്ടിന്റെ സിംഹഭാഗവും അവിടെയുള്ള ടീ ബെൽറ്റിലാണ് ഉണ്ടായിരുന്നത്. മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ മഹാരാഷ്ട്രയിലെ കരിമ്പ് കർഷകരുടെ ഇടയിൽ BJP ചെലുത്തിയ സ്വാധീനം ചെറുതൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ NCP രണ്ടായി പിളർന്നു പോയതും BJPക്ക് വലിയ രീതിയിൽ ഭരണം കിട്ടിയതും. ഇതുപോലെ ഡൽഹിയിൽ എന്ത് തന്ത്രമാണ് BJP പയറ്റാൻ പോകുന്നത് എന്നോർത്ത് കെജ്രിവാളും അതേസമയം കോൺഗ്രസും തലപുണ്ണാക്കിയിരിക്കുകയാണ്. ഇതിനോടകം തന്നെ കെജ്രിവാളിന്റെ പാർട്ടി AAP 70 സീറ്റുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ കോൺഗ്രസ് 21 സീറ്റുകളാണ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി BJP ആണ് പ്രഖ്യാപിക്കേണ്ടത്. എന്നാൽ അവർ ഒരു സീറ്റ് പോലും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇത് മറ്റു പാർട്ടികളിൽ വലിയ അമ്പരപ്പുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ഒരു വസ്തുത. കാരണം BJP എന്തായിരിക്കും അവരുടെ തന്ത്രം മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അവർ തലപുകഞ്ഞ് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ AAPയിലടക്കം പൊട്ടിത്തെറികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. പല രീതിയിൽ കെജ്രിവാളിനെ തളർത്താനുള്ള നീക്കം നടക്കുന്നു. ലഫ്റ്റനന്റ് ഗവർണർ കെജ്രിവാളിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യുന്നു. അപ്പോഴാണ് BJPയുടെ ആ വമ്പൻ തന്ത്രം പുറത്തേക്ക് വരുന്നത്. നിലവിൽ BJP ഉദ്ദേശിച്ചിരിക്കുന്നത് പ്ലാൻ റിപ്പീറ്റ് എന്ന് പറയുന്ന പുതിയ തന്ത്രമാണ്. എന്താണ് ഈ പ്ലാൻ റിപ്പീറ്റ് എന്നല്ലേ? അതായത് BJP മുൻപ് ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ 3 സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ 3-4 സംസ്ഥാനങ്ങളിൽ ഉപയോഗിച്ച അതേ തന്ത്രം തന്നെയാണ് ഡൽഹിയിലും പയറ്റാനായി അവർ ഒരുങ്ങുന്നത്. നേരത്തെ നമ്മൾ കേട്ടിരുന്നതാണ്, അതായത് RSS കളത്തിലിറങ്ങും എന്നുള്ളത്. BJPയെ മാറ്റി നിർത്തിയ ശേഷം RSS നിലവിൽ കളത്തിലിറങ്ങിയിട്ടുണ്ട്. 25 മോഡ്യൂളുകൾ RSS തയ്യാറാക്കിയിട്ടുണ്ട്. പോരാത്തതിന് ഗ്രൂപ്പുകളായി തിരിച്ചുകൊണ്ട് ഡൽഹിയിൽ ഓരോ സാധാരണക്കാരന്റെ വീടുകളിൽ പോലും RSSന്റെ പ്രവർത്തകർ ആരുമറിയാതെ കയറി ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് കെജ്രിവാളിനെ ചെറുതായൊന്നുമല്ല വ്യാകുലപ്പെടുത്തുന്നത്. ഇനി BJPയുടെ പ്ലാൻ റിപ്പീറ്റിലേക്ക് വരാം. BJPയെ സംബന്ധിച്ചിടത്തോളം RSS കളത്തിലുണ്ട്. അതുകൊണ്ട് BJPക്ക് വലിയ രീതിയിലുള്ള ടെൻഷൻ വേണ്ട. ഇനി തങ്ങളുടെ ജോലി തങ്ങൾ എടുക്കുക എന്നുള്ളതാണ് BJPക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. സ്വാഭാവികമായിട്ടും ഡൽഹിയിലേക്ക് വരുമ്പോൾ BJPയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിൽ ഗ്രൂപ്പ് പോര് അതിഭീകരമാണ്. ഈ ഗ്രൂപ്പ് പോര് അതിഭീകരമായതുകൊണ്ട് തന്നെ RSS ശക്തമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, മാനം മര്യാദയ്ക്ക് പണിയെടുക്കണം എന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്ലാൻ റിപ്പീറ്റ് കൊണ്ടുവന്നത്. ഈ പ്ലാൻ റിപ്പീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ BJP പയറ്റിയ അതേ തന്ത്രം. അതായത് BJP ആദ്യം ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തും. ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ മുഖം ഉപയോഗിച്ചു കൊണ്ടാണ് BJP ഈ 3 സംസ്ഥാനങ്ങൾ, അതായത് മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, ഇങ്ങനെയുള്ള 3 സംസ്ഥാനങ്ങളിലും BJP അവർ പ്രചരണവുമായി മുന്നോട്ട് പോയത്. ഇത് അവിടെ ഭരണം പിടിക്കാൻ ഒരു അനുകൂല സാഹചര്യം അവർക്കുണ്ടാക്കി എന്നാണ് BJP നിലവിൽ വിചാരിക്കുന്നത്. ഇതേ പ്ലാൻ തന്നെയാണ് ഡൽഹിയിലും BJP പയറ്റാൻ ഒരുങ്ങുന്നത്. പക്ഷേ ഡൽഹിയിൽ എത്രത്തോളം BJPക്ക് ഇതിന് സാധിക്കും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. കാരണം ഡൽഹിയിൽ ഇതുവരെ BJPക്ക് ഒരു മുഖമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ മഹാരാഷ്ട്രയിലേക്ക് വന്നു കഴിഞ്ഞാൽ BJPയുടെ ഏറ്റവും വലിയ മുഖം ദേവേന്ദ്ര ഫഡ്നാവിസ് ആണ്. മധ്യപ്രദേശിലേക്ക് വന്നു കഴിഞ്ഞാൽ ശിവരാജ് സിംഗ് ചൗഹാനാണ്. ഇനി തമിഴ്നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പോലും അവിടെ അണ്ണാമലൈ എന്ന് പറഞ്ഞ വലിയൊരു മുഖമുണ്ട്. അങ്ങനെ പല പല മുഖങ്ങൾ BJPക്ക് അവിടെ ഉണ്ട്. പക്ഷേ ഡൽഹിയിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ BJPയുടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇതാണ് എന്നുള്ളത്? അങ്ങനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി BJPക്ക് ഡൽഹിയിൽ ഇല്ല. അത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ആരെയായിരിക്കും മുഖമായി ഉയർത്തിക്കാട്ടുക എന്നുള്ള ചോദ്യത്തിന് സ്മൃതി ഇറാനിയുടെ പേരൊക്കെ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്നാൽ ഇത് ഔദ്യോഗികമായിട്ടുള്ള വാർത്തയല്ല, അനൗദ്യോഗികമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ടുകളാണ്. സ്മൃതി ഇറാനി ഡൽഹിയിൽ മത്സരിക്കാൻ ഇറങ്ങും എന്നാണ് കേൾക്കുന്നത്. അപ്പുറത്ത് കെജ്രിവാൾ അതിഷിയെ മുന്നിൽ നിർത്തി മത്സരിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഇത്തവണ ഡൽഹിയിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷമായിരിക്കും, ഇതാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞതിന് ശേഷമായിരിക്കും BJP അവരുടെ പ്രചരണം തുടങ്ങുക. ഇതാണ് പ്ലാൻ റിപ്പീറ്റ്. 3 സംസ്ഥാനങ്ങളിലും അവർ പയറ്റിയ അതേ പ്ലാൻ റിപ്പീറ്റ് ചെയ്ത് ഡൽഹിയിലേക്കും അവർ കൊണ്ടുവരികയാണ്. ഇത്തവണ BJPക്ക് ഡൽഹിയിൽ ഭരണം പിടിക്കാമെന്ന് വലിയ ആത്മവിശ്വാസമാണ് ഉള്ളത്. കാരണം കെജ്രിവാൾ അവിടെ അഴിമതിയിൽ മുങ്ങി കുളിച്ച് നിൽക്കുകയാണ്. 3 തവണ കെജ്രിവാൾ അധികാരത്തിലേറിയെങ്കിൽ പോലും 4ാമത്തെ തവണ കെജ്രിവാൾ അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് അവിടെ പോർട്രേ അഥവാ വർണ്ണിക്കപ്പെടുന്നത്. ഇതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കെജ്രിവാളിനോട് വലിയ രീതിയിലുള്ള മമതയൊന്നുമില്ല എന്ന് BJPക്ക് വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു.
പോരാത്ത കഴിഞ്ഞ് കെജ്രിവാളിന്റെ 7 സ്റ്റാർ ഹോട്ടലായിട്ടുള്ള ശീഷ് മഹലിന്റെയൊക്കെ ദൃശ്യങ്ങൾ BJPയുടെ അധ്യക്ഷൻ തന്നെ പുറത്തുവിടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. കെജ്രിവാളിന്റെ പാർട്ടിക്കകത്ത് തന്നെ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. പോരാത്ത കഴിഞ്ഞ് മദ്യനയ അഴിമതി, ഇതെല്ലാം കെജ്രിവാളിനെ പിടിച്ചുലയ്ക്കുന്ന കാര്യമാണ്. കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ കോൺഗ്രസ് ഡൽഹിയിൽ ഏകദേശം തുടച്ചു നീക്കപ്പെട്ട ഒരു അവസ്ഥയാണ്. യഥാർത്ഥത്തിൽ AAPയും BJPയും തമ്മിലാണ് അവിടെ വലിയ രീതിയിലുള്ള പോര് നടക്കുന്നത്. എങ്കിലും കോൺഗ്രസ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത്തവണ AAPയുമായിട്ട് ഞങ്ങൾ ചേർന്ന് മത്സരിക്കുന്നില്ല എന്ന് കോൺഗ്രസ് ആത്മവിശ്വാസത്തോടുകൂടി പറയുമ്പോഴും അവർ തലയിൽ കൈവച്ചിരിക്കുകയാണ്. കാരണം AAP ഇല്ലെങ്കിൽ തങ്ങളുടെ ഗതി എന്താകും എന്ന് കോൺഗ്രസിന് പോലും അറിയില്ല. ഒരു സമയത്ത് ഷീലാ ദീക്ഷിതിനെ പോലെയുള്ള വലിയ വലിയ മുഖ്യമന്ത്രിമാർ ഭരിച്ച് ഡൽഹിയെ ആണ്ടിരുന്ന ഒരു കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി ഇത്തവണ അതപ്പതിച്ച് ഒന്നുമല്ലാതാകുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായിരുന്നാലും BJPയുടെ ഈ പ്ലാൻ റിപ്പീറ്റ് ഡൽഹിയിൽ ഫലിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.